ഒരു ചായക്ക് എവിടെടാ? എൻ്റെ പൈസ ഒന്നുമില്ല, ഒന്ന് പോയവിടുന്ന്. എന്തോന്ന്? പിന്നെ എന്തിനു നമ്മളെ വിളിച്ചോണ്ട് വന്നത്? ഒരു ചായക്ക് ഗതി അവൻ പ്രേമിക്കാൻ നടക്കുന്നു. ശവത്തി കുത്തലളിയാ. ഒന്ന് പോടാ. ഡാ, 1-2 വർഷമായില്ലേ നീ അവള് പിറകെ കിടക്കാൻ തുടങ്ങിയിട്ട്? നീ ഇതുവരെ അവളോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ? അവക്കെങ്ങനെ മനസ്സിലാവും നിന്റെ ഇഷ്ടം? കവടി ഇരുത്തി നോക്കൂ. യവനൊട്ട് പണിക്ക് പോവേയില്ല, നമ്മളൊട്ട് പോവാൻ സമ്മതിക്കുകയില്ല. യവൻ്റെ നടന്ന് നമ്മുടെ ജീവിതം ഡാ എന്തടാ ഇതെവിടെന്ന്? പോയി വാങ്ങി. കടിയൊന്നും വാങ്ങണ്ട കേട്ടോ, ഒരാഴ്ചയിലേക്കുള്ള പൈസ. ഡാ എനിക്കൊരു എന്താ? അവക്ക് വേറെ ലൈൻ വല്ലതും കാണുമായിരിക്കും അല്ലേ? ഇത്രയും നല്ലൊരു പെങ്കൊച്ചിന് വേറെ ലൈനില്ലാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. കരുനാക്കെടുത്ത് വളക്കല്ലടാ പുല്ല്. വേറെ ഏതെങ്കിലും തെണ്ടി ഒന്ന് കെട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ ഒരു നല്ല സദ്യയെങ്കിലും ഉണ്ടായിരുന്നു. ചായ വേണ്ട അളിയാ, 2 പപ്സും കൂടാ. ഗഗനമേ പാടുന്നു ഞാൻ അതിലോലമാ ഹേമന്തഗാനം. ഗഗനമേ പാടുന്നു ഞാൻ അതിലോലമാ ഹേമന്തഗാനം. നിനക്കായി ഞാൻ എഴുതാം സഖി എന്നകതാരിൽ നിൻമിഴികളെ തഴുകിയുറക്കിയ പ്രണയഗാനം. പാടും ഗന്ധർവനാണു ഞാൻ. വാനം നീലേ ചിത്രവർണ്ണമാകും മധുരം ചൊരിയും ഗാനം നിന്നിൽ തഴുകുന്നൊരു പുഴയാകും നിൻ കുലുസിൻ കൊഞ്ചൽ നാദം എന്നുള്ളിൽ കുളിരേകും. നീയും ഞാനും ഒന്നു ചേരും പ്രിയ നിമിഷം. ഗഗനമേ പാടുന്നു ഞാൻ അതിലോലമാ ഹേമന്തഗാനം. നിനക്കായി ഞാൻ എഴുതാം സഖി എന്നകതാരിൽ നിൻമിഴികളെ തഴുകിയുറക്കിയ പ്രണയഗാനം.
ദേവതയായിടും ആയിരം താരകൾ മിന്നും ആകാശത്താഴ്വരയിൽ ഒളിച്ചും മൂക്കിലായി നീ മാറിടുമോ? ഗഗനമേ പാടുന്നു ഞാൻ അതിലോലമാ ഹേമന്തഗാനം. ഗഗനമേ പാടുന്നു ഞാൻ അതിലോലമാം ഹേമന്തഗാനം. നിനക്കായി ഞാൻ എഴുതാം സഖി എന്നകതാരിൽ നിൻമിഴികളെ തഴുകിയുറക്കിയ പ്രണയഗാനം. ഡാ, സ്വപ്നം കണ്ടുകയറുന്നെങ്കിൽ ഇറങ്ങി വാ, കുളിക്കാം. ഡാ, നിന്നിക്കോ. നിത്യസത്യമായ ദേവി നിർമ്മലേ നമസ്തുതേ, ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. ഹരി എന്നല്ലേ പേര്? അതെ, പേരെങ്ങനെ അറിയാം? താൻ 1-2 കൊല്ലമല്ലേ എന്റെ പുറകെ നടക്കാൻ നോക്കിയിട്ട്? അല്ല, തന്റെ ഉദ്ദേശം എന്താ? എന്താ? താൻ നാട്ടുകാരെ കൊണ്ട് അതും മറപ്പിക്കുവോ? ചോറ്റാനിക്കരയിൽ വാഴും തനിക്കെന്താ ജോലി? ഞാൻ PSC ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ആ, ബെസ്റ്റ്. താൻ മൂത്ത് ധരിക്കുമ്പോഴെങ്കിലും തനിക്കൊരു ജോലി കിട്ടുമോ? കിട്ടും കിട്ടും കിട്ടും. താൻ സീരിയസ് ആണോ? ഇനി മേല എന്റെ പിന്നാലെ നടക്കരുത്. വീട്ടിൽ വന്ന് അച്ഛനോട് സംസാരിക്കേ. അതെ, അച്ഛനെ കാണാൻ വരുമ്പോ പറയാനൊരു ജോലി വേണം കേട്ടോ. തൽക്കാലത്തേക്കൊരു ജോലി കണ്ടുപിടിക്കും.